ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു കേക്ക് തയ്യാറാക്കാം. 2 മുട്ട വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത്. വൈകുന്നേരം ചായക്കെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം 2 മുട്ടയുടെ വെള്ള ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 2 മുട്ടയുടെ വെള്ളയും ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു മുട്ടയുടെ മഞ്ഞ വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ഒരു മുട്ടയുടെ വെള്ളയിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വാനില എസൻസ് ആണ്. 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാല് കൂടി ചേർക്കാം. തണുത്ത പാല് ഒഴിക്കരുത്. അഥവാ നല്ല തണുപ്പുണ്ടെങ്കിൽ ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കാം, ഒരുപാട് ചൂടാക്കരുത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ പാല് മുട്ടയെല്ലാം നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. പാല് ചേർക്കുമ്പോൾ പാല് നല്ല തണുപ്പുണ്ടെങ്കിൽ മാത്രം ചൂടാക്കിയാൽ മതി. ചെറുതായി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. പാലിന് തണുപ്പില്ലെങ്കിൽ ചൂടാക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ഈ ഒരു ബേക്കിംഗ് പൗഡർ കൂടി ഇതിലേക്ക് ചേർക്കാം. ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ ഈ ഒരു മൈദ ഈ ഒരു പാലിൻ്റെയും മുട്ടയുടെയും മിക്സിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് മുട്ടയുടെ മഞ്ഞ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു വിസ്ക് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു സോസ് പാനിലാണ്. നമുക്ക് ആദ്യം ഈ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടറോ നെയ്യോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ അടിച്ച് വെച്ച മുട്ടയുടെ മഞ്ഞ കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു മുട്ടയുടെ മഞ്ഞ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കരിഞ്ജീരകമാണ്. ഈ ഒരു കരിഞ്ജീരകമാണ് നമ്മൾ ഈ ഒരു കേക്കിന് വേറെ ഒരു ടേസ്റ്റ് തരുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു കരിഞ്ജീരകം ചേർത്തിട്ടില്ലെങ്കിൽ ഇതൊരു സാധാരണ കേക്കിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാകാം. പക്ഷെ ഒരു കരിഞ്ജീരകം ചേർത്തിട്ട് ഈ ഒരു കരിഞ്ജീരകം കടിക്കുമ്പോഴാണ് ഈ ഒരു കേക്കിന് വേറൊരു ടേസ്റ്റ് കിട്ടാം. അപ്പോൾ കരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഈ ഒരു കരിഞ്ജീരകം ചേർത്തതിന് ശേഷം നമുക്കിതിനെ അടച്ച് വെച്ച് ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ ഒരു ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 25 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കേക്ക് പോലെ ഇത് ഒരുപാട് പൊങ്ങി വരുമൊന്നുമില്ല. കാരണം നമ്മൾ ഇതിലേക്ക് കുറേ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്തിട്ടില്ല. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് ചെറുതായി ഒന്ന് പൊങ്ങി വരികയുള്ളൂ. അപ്പോൾ ചൂടോടുകൂടി തന്നെ ഞാനിത് പാനിൽ നിന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് പൊട്ടിപ്പോകുമൊന്നുമില്ല. ചൂടോടുകൂടി തന്നെ നമുക്കിത് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ബട്ടറോ നെയ്യോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.